കൂട്ടുകാരെ, എനിക്ക് സന്തോഷം തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാ ക്രൂസിൽ പോകാൻ പോകുന്നത്. അതെയോ? ഞാൻ ജനിച്ചതന്നെ ക്രൂസിലാ, അറിയാവോ നിനക്ക്? ചുമ്മാ കള്ളം പറയല്ലേ ബണ്ണി. ജോർദാർ, ഇവനോട് അടുത്തുള്ള പബ്ലിക് ടോയ്ലറ്റിന്റെ വരാന്തയിലാ ജനിച്ചത്. ക്രൂസില് ഇവൻ ആദ്യമായിട്ടാ പോകുന്നത്. എടേ, ക്രൂസിനകത്ത് കയറി ഇതുപോലത്തെ മണ്ടത്തരങ്ങളൊന്നും വിളിച്ച് പറഞ്ഞേക്കരുത്. അങ്ങനെ വല്ലതും പറഞ്ഞാൽ അതിനകത്തുള്ളവര് തൂക്കിയെടുത്ത് കടലിലെറിയും. സംശയമുണ്ടോ? ഞാനിതാ എത്തിപ്പോയി ക്രാക്കർ. സുന്ദരിമാർക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് സുന്ദരന്മാരുടെ ജോലി. ഇന്ന് ക്രൂസിൽ മുഴുവൻ നമുക്ക് അടിച്ചു പൊളിക്കാം. ഹായ്. കലക്കി. വൗ, വിക്കി നമ്മടൊപ്പം ക്രൂസിലേക്ക് വരാൻ പോകണല്ലേ? അങ്ങനെ വരട്ടെ. അപ്പൊ നിങ്ങളും വരുന്നുണ്ടോ? നമ്മുടെ കിറ്റി ആദ്യമായിട്ടാണ് ക്രൂസിൽ വരുന്നത്. നിങ്ങൾ വേണം അവളെ ശ്രദ്ധിക്കാൻ. എന്താ നോക്കില്ലേ? പിന്നെ അവളെ അല്ലാതെ വേറെ ആരെയും ഞാൻ നോക്കില്ല. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കേ. ക്രൂസിൽ മൃഗങ്ങൾക്കായി ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞ പോലെ അനുസരിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കും. മുന്തിരിങ്ങയിൽ പഞ്ചസാര ചേർത്താൽ വൈനായി മാറുന്നു. നമ്മൾ എല്ലാരും കൂടി ചേർന്ന് ക്രൂസിലേക്ക് പോകുന്നു. എല്ലാരും കേട്ടോളൂ. നിങ്ങൾ അവിടെ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ നമ്മുടെ യാത്ര സുഗമമായിരിക്കും. എന്താ ശരിയല്ലേ? അവരെ ചുമ്മാ പേടിപ്പെടുത്താതെ ഒന്ന് വരുന്നുണ്ടോ? പോകാം. ഓക്കെ. ഒന്ന് അടങ്ങിയിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത ക്രൂസിന് അവര് പുറത്താക്കും. ഞാൻ പോപ്പട്ടാണ്, പോപ്പട്ട്. അണിയല്ല. ആരെന്നെ ഇവിടുന്ന് പുറത്താക്കിയാലും ഞാൻ ഇതിന്റെ കൂടെ തന്നെ പറന്നു വരും. ഇവിടെ എന്തില്ല? എല്ലാരും വാ, അകത്ത് ഡിസ്കോ നടക്കുന്നുണ്ട്. നമുക്കും പോവാം. ലെറ്റ്സ് ഗോ. Bunny, you are very good dancer. Yeah, thank you, thank you. Yo! Wow, Michael Jackson. ബ്രേക്ക് ഡാൻസ് കളിച്ച് ഞാൻ മടുത്തു. ഇനി നമുക്ക് കുറച്ച് ഹിപ്പ് ഹോപ്പ് കളിക്കാം.
കിറ്റി അടുത്തു വാ, നമുക്ക് ടൈറ്റാനിക്കിലെ പോലെ പോസ് ചെയ്ത് നിൽക്കാം. അടുത്തു വാ. ഓ നോ, ഞാൻ വല്ലാതെ പേടിക്കും. ഇതിൽ പേടിക്കാൻ എന്താ ഉള്ളത്? വളരെ എളുപ്പമല്ലേ. വാ ബണ്ണി, നമുക്ക് പോയി നിൽക്കാം. Be careful. കഷ്ടം തന്നെ. നിങ്ങൾ ചെയ്ത കാര്യം കാരണം ഞാൻ കുടുങ്ങിയിരിക്കുക. കുടുങ്ങിയൊന്നുമില്ലല്ലോ, നീ ഫ്രീ അല്ലേ, അതുകൊണ്ടല്ലേ ഇപ്പൊ നീന്തുന്നത്. കണ്ടോടാ, നീ പറഞ്ഞത് കേട്ട് മീനിന് ദേഷ്യം വന്ന് കണ്ടോ? ഞങ്ങളൊക്കെ ദിവസം തന്നെ സഹിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. അവനെ വിട്, ആദ്യം എവിടുന്ന് രക്ഷപ്പെടാം അതിനെ കുറിച്ച് ആലോചിക്ക്. വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. ഓ തണുപ്പ്. പൊപ്പട്ടിന് ഒരു പ്രശ്നവുമില്ല, അവൻ സുഖമായിട്ട് പറക്കല്ലേ. എടേ, നിന്റെ കൂടെയാണെങ്കിലേ ഈ പറക്കുന്ന കഴിവ് എനിക്ക് പോയി കിട്ടും. സംശയമുണ്ടോ? ഇല്ല, എനിക്ക് നീന്താൻ കഴിയുന്നില്ല. പക്ഷെ നീന്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ പോവും. ഇല്ലേ കൊച്ചളിയ? ആ അതെ അതെ, നീ ഇത്രയ്ക്ക് ബുദ്ധിമാനായി പോയല്ലോ. താങ്ക് യു കൊച്ചളിയ, താങ്ക് യു. ഇത് കണ്ടോ, നമ്മളെല്ലാം അത്ര ടെൻഷനില്ല. അവള് സുഖമായിട്ട് വെള്ളത്തിൽ കുത്തി മറിയുവാ. എടാ കഴുതേ, അവള് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുക. അവള് വേഗം രക്ഷിക്കുക. പോപ്പട്ടെ, എന്താ ഇത്? ഈ ഒരു ട്യൂബ് വെച്ച് എന്ത് ചെയ്യാനാ? നമുക്ക് എല്ലാവർക്കും വേണ്ടേ? എടേ, ഞാൻ തത്തയാണ്, ഡൈനോസർ അല്ല. ഒരെണ്ണം തന്നെ കൊണ്ടുവന്ന പാടെ എനിക്കേ അറിയൂ. സംശയമുണ്ടോ? കിട്ടി ക്ഷീണിച്ചു പോയി, ഇവളെ നമുക്ക് ട്യൂബിൽ കിടത്താം അല്ലേ? എടേ, ഇത് ട്യൂബാണെടേ. എല്ലാവരും ഇതിനകത്ത് ഇരിക്കാവുന്നതേ ഉള്ളൂ. വല്ലപ്പോഴൊക്കെ ആ ബുദ്ധി ഒന്ന് റീചാർജ് ചെയ്യാൻ നോക്ക്. സംശയമുണ്ടോ? ഇതിന്റെ കാറ്റ് പോയി, നമ്മളെയും കാറ്റിപ്പോ പോകും. എടാ മണ്ട, ട്യൂബ് പോയാൽ എന്താ? നമുക്കൊക്കെ നീന്താൻ അറിയാലോ. കൊല്ലാൻ നോക്കുവാണ് അവിടെ. ഇങ്ങനെ പോവാണെങ്കിൽ നമ്മുടെ കഥ പെട്ടെന്ന് തന്നെ തീരും. ഓ നോ, കണ്ണെത്തും ദൂരം വരെ ആരും സഹായിക്കാനില്ല. ഷിപ്പും പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടേ, ചിറകിട്ടടിക്കാൻ വയ്യടേ, ആരെങ്കിലും ഒന്ന് സഹായിക്ക്. തണുപ്പ് കാരണം എന്റെ വാ തനിയെ ചൂളം അടിക്കുക. വേറെ ആരോ തണുപ്പ് കൊണ്ട് ചൂളം അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കൊച്ചളിയ, കേട്ടു നോക്ക്. ആരുണ്ട്? അടുത്ത ആരുണ്ട്? നമ്മളെ സഹായിക്കുന്നത് ഒന്ന്. ചൂളടിക്കേ, ചൂളടിക്കേ. ആ ഹായ്, വി ആർ ടിനി മിനി. ഞങ്ങളുടെ സഹായം എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഭയങ്കര തണുപ്പ്, പുതയ്ക്കാൻ ഒരു കമ്പിളി പുതപ്പ് കിട്ടുക പ്ലീസ്. ചേച്ചി പ്ലീസ്, ഞങ്ങളെ കപ്പൽ വരെ ഒന്ന് എത്തിക്കാമോ പ്ലീസ്? അത്രേ ഉള്ളൂ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ വേഗം ഞങ്ങളുടെ പുറത്ത് കയറിയിരിക്കേ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ സവാരി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. യു ആർ മോസ്റ്റ് വെൽക്കം. പൊപ്പട്ട്, നീ തത്തയാ, പൂച്ചയല്ല. നിനക്ക് പറന്നതിന്റെ മേലോട്ട് വരാലോ. ആ അതെ, നാശം. ടെൻഷനിൽ ബുദ്ധി തന്നെ സ്വിച്ച് ഓഫ് ആയി പോയി. രക്ഷപ്പെട്ടേ, രക്ഷപ്പെട്ടു. ഞാൻ 3 ദിവസമായിട്ട് വെള്ളം പോലും കുടിച്ചിട്ടില്ല കൊച്ചളിയ. ഇനി നിങ്ങൾ എന്റെ അടുത്തേക്ക് വരരുത്. എനിക്ക് ഇതുപോലുള്ള കഷ്ടങ്ങളൊന്നും അനുഭവിക്കാൻ വയ്യ. എന്റെ പൊന്നമ്മച്ചി, എന്റെ ചിറകുകൾ 2 പണിമുടക്ക. ഒരാഴ്ചയെങ്കിലും ആവുന്ന തോന്നുന്നു.
ഞങ്ങൾ ഇവിടെ കപ്പൽ മുഴുവൻ നിങ്ങളെ അന്വേഷിച്ച് നടക്കുകയാണ്, നിങ്ങൾ ഇവിടെ വന്ന് സുഖമായിട്ട് കിടക്കുകയാണ്. എങ്ങനെയുണ്ട്? ഞാൻ ക്രൂസ് മുഴുവൻ നിങ്ങൾ അന്വേഷിച്ച് നടന്നു, അറിയാവോ? എല്ലാരും വാ, ഇന്ന് എന്റെ അടുത്ത് ഒരു എക്സൈറ്റിംഗ് പ്ലാൻ ഉണ്ട്. എന്താ? പറഞ്ഞു തരാമൊന്ന് ക്ഷമിക്ക്. കേട്ടോളൂ, ഇവിടെ അടുത്താണ് നമ്മൾ ഹാൾട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എല്ലാവരും സീ ഡൈവിംഗ് ചെയ്യാൻ പോകുന്നു. ഓക്കേ? അയ്യോ, ആ?